ഇപ്പോൾ ചാലക്കുടി അതിരപ്പള്ളിയിൽ എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് സഞ്ചരിച്ച വാഹനം കാട്ടാനക്കൂട്ടം തടഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മലക്കപ്പാറയിലെ പരിപാടി കഴിഞ്ഞ് രാത്രി മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അരമണിക്കൂറോളം, ഇപ്പോൾ എൻ്റെ ദൃശ്യം പ്രേക്ഷകർ കാണാം, അരമണിക്കൂറോളം കാട്ടാനക്കൂട്ടം മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചു. അങ്ങനെ റോഡിൽ തന്നെ നിന്ന് കാട്ടാനക്കൂട്ടം അവസാനം കുറച്ച് കഴിഞ്ഞാണ് ആന തന്നെ മടങ്ങിപ്പോയത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. സൂരജ്, കാട്ടാനക്കൂട്ടം റോഡിൽ തമ്പടിച്ച് നിന്നു, എം.എൽ.എ. കുറച്ചു നേരം റോഡിൽ എങ്ങനെ പെട്ടുപോയി, പറയും? എസ്കെൻ, അതിരപ്പള്ളി പാതയിൽ സാധാരണ ഈ ജനങ്ങളെയാണ് തടയാറുള്ളത്. ഇക്കുറി കാട്ടാനക്കൂട്ടം തടഞ്ഞത് എം.എൽ.എ. എന്നുള്ളതാണ് ഏറ്റവും പുതുമയായുള്ള ഒരു കാര്യം. ഇന്നലെ ഈ ചിറക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഈ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിനാണ് ഈ സനീഷ് കുമാർ മലക്കപ്പാറയിലെത്തിയത്. ഈ സ്കോളർഷിപ്പ് വിതരണത്തിൽ കളക്ടറും പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ഈ ടൂറിസം സാധ്യതകളെ സംബന്ധിച്ച് ചില ചർച്ചകളുമെല്ലാം ഉണ്ടായിരുന്നു. കളക്ടർ ഇതിന് പിന്നാലെ മടങ്ങുകയും ചെയ്തു. കളക്ടർ മടങ്ങിയതിനു ശേഷമാണ് ഈ സനീഷ് കുമാർ എം.എൽ.എ. ഈ മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ 3 കാട്ടാനക്കൂട്ടം ആദ്യം എം.എൽ.എയുടെ വാഹനത്തിന് കുറുകെ വന്നു. എം.എൽ.എ വാഹനം നിർത്തിയിട്ടു. അതിൻ്റെ ഹെഡ്ലൈറ്റ് ആദ്യം ഓഫ് ചെയ്തെങ്കിൽ എം.എൽ.എ പറഞ്ഞു ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിടൂ, ഇല്ലെങ്കിൽ ആന അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത ഒരു 5 മിനിറ്റ് കാത്തിരുന്നു. ഈ കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് കയറുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇവർ യാത്ര തുടർന്ന് ഈ അതിരപ്പള്ളി മേഖലയിലേക്ക് അടുക്കുമ്പോഴാണ് 2 കാട്ടാനയും അതുപോലെ തന്നെ ഒരു കുട്ടിയാനയും എത്തി ഈ റോഡിന് കുറുകെ നിന്ന് അരമണിക്കൂറോളം മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചത്. പിന്നീട് ഈ അതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്ന ഈ വനംവകുപ്പിന്റെ തന്നെ ജീപ്പ് ഈ മേഖലയിലേക്ക് എത്തി. ഈ വനംവകുപ്പിന്റെ ജീപ്പിന്റെ വെളിച്ചം കണ്ടതിന് ശേഷമാണ് ഈ കാട്ടാനക്കൂട്ടം ഇവിടെ നിന്ന് കാട് കയറിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മണിക്കൂറുകളോളം പൊതുജനം പകൽ സമയത്തടക്കം ഈ കാട്ടിൽ കുടുങ്ങുന്ന വാർത്തകൾ വരാറുണ്ട്. എന്തായാലും ഇക്കുറി അരമണിക്കൂർ നേരം രാത്രി ചാലക്കുടി എം.എൽ.എ. ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് കാട്ടിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എം.എൽ.എ. പറയുന്നത് ഈ ആന അരമണിക്കൂറിനുള്ളിൽ തന്നെ കാട് കയറിയതിനാൽ ആശ്വാസമായി എന്നുള്ളതാണ് പറയുന്നത്. താങ്ക് യു. ഇത് അതിരപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നത്.